ായിട്ട് കാണുന്നത് ഒന്ന് അതാണ്. രണ്ടാമത്തത് നമ്മുടെ ശരീരത്തില് ഫോർഹെഡ് ചക്ര എന്ന് പറയും, അല്ലെങ്കിൽ ഫാലചക്ര, നെറ്റിയുടെ മധ്യത്തിലായി. ആ ചക്ര ന്യൂറോ ആണ്. അപ്പൊ ആ ന്യൂറോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിലെ തരിപ്പ് വേദനകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഈ ന്യൂറോയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ഊർജ്ജ ശോഷണമോ ഊർജ്ജാധിക്യമോ ആയിരിക്കാം. അവിടെ നന്നായിട്ട് ശുദ്ധീകരിച്ച് ഊർജം പ്രദാനം ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ന്യൂറോ ആയിട്ടുള്ള ബന്ധപ്പെട്ട വേദനകളും പെട്ടെന്ന് മാറുന്നതായി കാണാൻ കഴിയും. അപ്പൊ തന്നെ ആ രോഗിക്ക് ആ നിമിഷം തന്നെ എനിക്ക് ഇന്ന വേദനകൾ പോയി എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ പ്രാണിക് ഹീലിംഗിനെ സംബന്ധിച്ചോളം വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം വേദന അനുഭവിക്കുന്ന ഒരാൾക്ക് ആ വേദന എടുത്തു മാറ്റാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഈശ്വര സ്പർശമുണ്ട് എന്നാണ് നമ്മൾ പറയാം. അത്രയും സന്തോഷമുള്ള കാര്യം രോഗി അനുഭവിക്കുമ്പോൾ അത് ചികിത്സകന് കൂടി ഏറ്റവും സന്തോഷം നിർവൃതി നൽകുന്ന ഒന്നായിട്ട് മാറും എന്നുള്ളതാണ്. ഇതിനപ്പുറത്ത് നമുക്ക് ഹാർട്ടിന് ഒരുപാട് അസുഖങ്ങൾ ധാരാളമായിട്ട് വരാറുണ്ട്. ഒരുപാട് ആളുകൾ ഹാർട്ടിന് ബ്ലോക്കുള്ളതായിട്ടൊക്കെ പറയാറുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. പക്ഷേ പ്രാണിക് ഹീലിംഗിൽ ഇത്തരം അസുഖങ്ങൾക്ക് ചികിത്സയുണ്ടോ സാർ? വളരെ നന്നായിട്ട് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അല്ലേ? പല ആൾക്കാർക്ക് അതിൽ സംശയം ഉണ്ടാകാറുണ്ട്. പുറമെ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ ഹാർട്ട് ബ്ലോക്ക് റിമൂവ് ചെയ്യുന്നു ചോദിക്കാറുണ്ട്. അത് ഏറ്റവും നമുക്ക് പ്രകടമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ചികിത്സയിൽ കൈകൊണ്ട് തൊടുന്നില്ല, മറ്റ് എക്സ്റ്റേണൽ ആയിട്ട് ഒരു മരുന്നും ശരീരത്തിലേക്ക് കയറ്റുന്നുമില്ല. എന്നിട്ടും പലർക്കും ഇത്തരം ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ് സാർ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രാണിക് ഹീലിംഗ് ബേസിക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ അഡ്വാൻസ് കോഴ്സിലാണ് നമ്മൾ ആത്മീയമായ ശക്തി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ ആത്മീയ ശക്തി ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഹാർട്ടിന്റെ ബ്ലോക്കൊക്കെ റിമൂവ് ചെയ്യുന്നത്. അതിന് പ്രധാനമായി ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ബ്ലോക്ക് വന്നു. 83 വയസ്സായിരുന്നു. വർഷം കുറെ കഴിഞ്ഞെങ്കിലും ഞാൻ പഠിച്ചുകൊണ്ടിപ്പോൾ അപ്പം നിരന്തരം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം മെഡിക്കൽ കോളേജിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് അത് ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിറ്റേ ദിവസം അതിന്റെ അനുഭവം അമ്മ എന്നോട് പറയുകയും ചെയ്തു. അതിനുശേഷം ആ ബ്ലോക്ക് അവർക്ക് ഉണ്ടായിട്ടില്ല. സാധാരണ ഒരു ബ്ലോക്കുള്ള ആള് സാറിന്റെ ഈ ഒരു ചികിത്സയിൽ കൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഒരു ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തിയാൽ ബ്ലോക്ക് ഇല്ലാതായി കാണുന്ന അവസ്ഥ കാണാറുണ്ടോ? ഒത്തിരി. അതല്ലേ, എപ്പോഴും നമ്മൾ ഒരു സയന്റിഫിക് അല്ലെ ക്ലിനിക്കൽ ഒരു ട്രയൽ അല്ല ഒരു ക്ലിനിക്കൽ ഒരു എവിഡൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ രോഗികളെ സംബന്ധിച്ചും അവർ വീണ്ടും ഒരു സ്കാൻ ചെയ്യുകയോ ഒരു അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ വിധേയമായി വരുമ്പോൾ അതില്ലാത്ത അവസ്ഥ കാണാമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളിത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാകണമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഷുഗറിന് ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. ഡയബറ്റിക് അതേപോലെ ഏറ്റവും അധികം വർദ്ധിക്കുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു കേസാണ് ഡയബറ്റിക്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ ക്ലിനിക്കൽ ആയിട്ടുള്ള റിപ്പോർട്ടും കൊണ്ടാണ് അവർ വരാറ്. സ്വാഭാവികമായിട്ട് എളുപ്പം കിട്ടാവുന്ന റിപ്പോർട്ടാണ് ബ്ലഡ് കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് എത്രയോ സ്ഥലത്ത് രണ്ടാമത്തെ കോഴ്സിന് ഞാൻ ചെല്ലുമ്പോഴും അദ്ദേഹം ആ റിപ്പോർട്ട് എന്നെ കാണിച്ചിരിക്കും. 3 വർഷം 4 വർഷമൊക്കെ ഷുഗറുള്ള ആള് ആ നിൽ റിപ്പോർട്ടാണ് കാണിക്കുന്നത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇവിടെ വന്നിട്ട് അവര് തന്നെ പരിശോധിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ പറയും ഒരു 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാലാണ് ഇതിന് പൂർണ്ണത കിട്ടുക എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വന്തം പരിശോധിക്കുന്ന 9 ദിവസം കഴിഞ്ഞപ്പോഴും 220 നിന്ന് 115 വരെയൊക്കെ അവർ തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അല്ല, അവരൊരു പക്ഷേ അതിന്റെ ഒരു ആകാംക്ഷ കൊണ്ട് നേരത്തെ നോക്കുന്നതായിരിക്കും. പക്ഷേ ഒരു മാസം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇത്രയും പെട്ടെന്ന് അതിന്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി. ഇന്നലെ ഒരു 2 പേഷ്യൻസ് വന്നിരുന്നു. അപ്പൊ ഈ 180 അവർ രാവിലെ പരിശോധിച്ച് വരുമ്പോൾ. അപ്പൊ ഞങ്ങളിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് സാറ് പറഞ്ഞ പോലെ ആ ആകാംക്ഷ ഒന്ന് പരിശോധിക്കണം തോന്നി. പരിശോധിച്ചു. ഇന്ന് രാവിലെ വന്നോ പറഞ്ഞു 160 കുറഞ്ഞു. രാവിലെ തൊട്ട് വൈകുന്നേരം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു പ്രാധാന്യം അവർക്ക് പറയാറില്ല. അത് അവർ പരിശോധിച്ചത് കൊണ്ട് അവർ ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുക. അങ്ങനെ ഞങ്ങൾ കയ്യിൽ രേഖയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം കാണാനുള്ള ഒരു സൗകര്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞ അസുഖം ഏറ്റവും ഭയാശങ്കകൾ നടത്തുന്ന ഒന്നാണ്. സാധാരണ ഒരു നോർമൽ ലൈഫ് സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയാൻ ഭാഗ്യമില്ലാത്ത ആളുകളാണ് അത്തരം അസുഖമുള്ളവർ. അപ്പോൾ ഇത്തരം അസുഖത്തിൽ വിഷമിക്കുന്ന ആളുകൾക്ക് പ്രാണിക് ഹീലിംഗിലൂടെ എന്തെങ്കിലും ആശ്വാസം നൽകാൻ പറ്റുമോ? ഒരുപാട് അനുഭവങ്ങൾ ഈ കാര്യത്തിലുണ്ട്. അതല്ലേ, 24 വർഷം പഴക്കമുള്ള ശ്വാസമുണ്ട്. അദ്ദേഹം വന്നു. അദ്ദേഹം ഇൻഹേലർ മാത്രം ഉപയോഗിക്കുന്ന ആളാണ്. ഇതാണെങ്കിൽ എപ്പോഴും കൂടെ കൊണ്ടുനടക്കുന്ന ഒരു സാധനം. ഒരു ഡൈവർ കൂടിയാണ്. 3-4
കയ്യിൽ സ്റ്റോക്ക് വെച്ചിട്ടാണ് നടക്കാറ്. 9 ദിവസം ഹീലിങ്ങിൽ കൊണ്ട് അത് പൂർണ്ണമായി മാറി എന്ന് ഞങ്ങളുടെ വിസിറ്റേഴ്സ് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് മാറാതെ കഴിഞ്ഞ ദിവസം ഒരാൾ ഹീലിംഗ് പഠിക്കാൻ അവസരം നൽകിയതും അത് തന്നെയാണ്. അവര് മാറിക്കഴിഞ്ഞു. ഇപ്പൊ അവരൊരു ഹീലറാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ രോഗം മാറിക്കഴിയുമ്പോൾ ഒരു ചികിത്സകനായി മാറുന്ന ആ അനുഭവമാണല്ലോ. ഒരുപാട് ഉറക്കമില്ലാതെയും വിഷമിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഒരു അനുഭവമാണ് പ്രാണിക് ഹീലിംഗ്. അല്ല, പലപ്പോഴും നമ്മൾ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകളാണ് നിർദ്ദേശിക്കാറുള്ളത്. വ്യായാമ മുറകളൊക്കെ അതിൽ പെടുന്നു എന്നുള്ളതാണ്. ഈ പ്രാണിക് ഹീലിംഗിൽ വ്യായാമത്തിന് പ്രാധാന്യമുണ്ട് സാർ? വ്യായാമത്തിൽ പ്രാധാന്യമുണ്ട്. അതായത് നമ്മുടെ ഈ ഗുരുവിന്റെ ഇരുഹൃദയ ധ്യാന പരിശീലനത്തിന് മുമ്പായിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കണ്ണിന്റെയും കഴുത്തിന്റെയും അതേപോലെ തന്നെ ഹോൾ ബോഡി മൊത്തം ശരീരത്തിന് ഗുണം കിട്ടുന്ന ചെറിയ തോതിലുള്ള വ്യായാമങ്ങൾ കൊടുത്തിട്ട് മാത്രമാണ് ഗുരു മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇതിന്റെ പ്രാധാന്യം പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഡേർട്ടി എനർജിയെ പുറന്തള്ളാൻ വ്യായാമം ആവശ്യമാണ്. ആ ഡേർട്ടി എനർജിയെ പുറന്തള്ളിയാൽ മാത്രമേ നമുക്ക് ആത്മീയമായ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് എന്ന് ഗുരു വളരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്യൂരിഫിക്കേഷൻ, ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ അനുയോജ്യവുമാണ്. അപ്പൊ ആത്മീയ ശക്തിയിലേക്ക് പ്രാണിക് ഹീലേഴ്സിനെ സംബന്ധിച്ചോളം ഫിസിക്കൽ എക്സസൈസ് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അത് നെഗറ്റീവിനെ മുഴുവനും നമ്മൾ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. എത്ര സമയം സാധാരണ ആളുകൾക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കണം? ഇപ്പോൾ സാറിന് അറിയാം, ജീവിതം വളരെയധികം ഫാസ്റ്റ് ആയിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം. അത് ആർക്കും ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയാണ്. എന്നാലോ അവസാനം ആശുപത്രി കിടക്കുകളിൽ ലക്ഷങ്ങൾ എഴുതി തള്ളേണ്ട അവസ്ഥയ്ക്ക് ഒരു പ്രയാസവുമില്ല. അപ്പോൾ അത്തരം ഏറ്റവും ചെറിയതും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു ചികിത്സ എന്ന് വെച്ചാൽ വ്യായാമ രീതിയെ നമുക്ക് നിലനിൽക്കുമെന്നുള്ളതുകൊണ്ടാണ്. കൂടുതൽ സമയം വേണ്ടി വരുമോ സാർ? എങ്ങനെയാണ്? ഇല്ല, നമുക്കൊരു മെഡിറ്റേഷൻ CD വരെ ഞങ്ങളെ ഈ കൂടെ കൊടുക്കുന്നുണ്ട്, ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ CD ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് വ്യായാമം അടക്കം വീണ്ടും അവസാനം മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം വ്യായാമം ചെയ്യണമെന്ന് വളരെ കർശനമായി ഗുരു നിർദ്ദേശിച്ചു. അപ്പൊ ആകെ ഒരു 10-40 മിനിറ്റ് ഒരു ദിവസം ചെലവഴിച്ചാൽ ജീവിതം സുന്ദരവും സുരഭിലവുമാകാൻ സഹായിക്കുമെങ്കിൽ 40 മിനിറ്റ് ഒന്നും വിഷമം ഉണ്ടാവും തോന്നുന്നില്ല ആളുകൾക്ക്. രാവിലെ 24 മണിക്കൂർ നമുക്ക് എനർജി കിട്ടും. ഒരു മണിക്കൂർ തന്നെയെങ്കിലും നമ്മുടെ സ്വന്തം ശരീരത്തിന് ആരും മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമാണ്, സത്യമാണ് അല്ലേ? അവിടെ നമ്മൾ 40 മിനിറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും എനർജറ്റിക് ആയിട്ട് വളരെ ഊർജ്ജസ്വലയോടെ പ്രവർത്തിയെടുക്കാനും നമ്മുടെ ജോലികൾ നിർവഹിക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. സുധാകരൻ സാറിന് തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ രാവിലെ മുതലേ പേഷ്യൻസിനെ നോക്കുകയും എല്ലാം കഴിഞ്ഞ് ഇപ്പോഴും അദ്ദേഹം ഊർജ്ജസ്വലനായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്കത് എടുക്കാൻ തോന്നുന്നു. അപ്പം ഇത്തരം ഈ ഒരു ചികിത്സാ രീതി എപ്പോഴാണ് നമുക്ക് ഈ എക്സസൈസ് ചെയ്യേണ്ടത്? അതിരാവിലെ ചെയ്യണമെന്നുണ്ടോ? അതെ, രാവിലെ കുളി കഴിഞ്ഞിട്ടാണ്. നമുക്ക് എപ്പോൾ വേണേൽ ചെയ്യാം. രാവിലെ കുളി കഴിഞ്ഞ് അതിലെ മെഡിറ്റേഷൻ, അത് കഴിഞ്ഞ് വീണ്ടും വ്യായാമം. അപ്പോൾ 45 മിനിറ്റ് ധാരാളം മതി. അപ്പോൾ ഏറ്റവും ശുദ്ധീകരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ പിന്നെ പറയുന്നുണ്ട് എപ്പോൾ വേണേൽ ചെയ്യാം. പക്ഷേ നമ്മുടെ കൂടുതൽ ഭക്ഷണം നമ്മുടെ വയറ്റിൽ ഉണ്ടാകാൻ പാടില്ല. അത്രയും പറയുന്നത് ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. വൈകിട്ട് നമുക്ക് രാത്രി ചെയ്യാം, എപ്പോഴും വേണേൽ ചെയ്യാം. അപ്പൊ നമുക്കൊരു മനസ്സ് വേണം അത് ചെയ്യണം. അത് എൻ്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെ ഒരു പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇന്ന് ഉറങ്ങുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുകയും ചെയ്യും. അനുഭവമാണ്. അതിന് മാസ്റ്റർ ഷെഡ്യൂൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ഇന്ന സമയത്ത് ഞാൻ വ്യായാമം ചെയ്യും. സമയം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിന് കൈ എഴുതാൻ പോകുന്ന അതേപോലെ അടർത്തി മാറ്റാനാവാത്ത ഒരു ദിവസം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു ദിവസം ചെയ്യാൻ കഴിയുന്നില്ല, എന്തോ ഒന്ന് നഷ്ടപ്പെട്ട മാതിരിയാണ്, വിഷമമുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ധ്യാനം അതിന്റെ ഒരു ഭാഗമാണ് അല്ലേ? ഭക്ഷണക്രമത്തിലൊക്കെ എങ്ങനെയാണ് സാർ? പലർക്കും ഈ ഭക്ഷണക്രമം മാറ്റുക എന്നുള്ളത് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇനിയിപ്പം ജീവിതം നശിച്ചാലും കുഴപ്പമില്ല, ഭക്ഷണശീലങ്ങൾ ഞാൻ മാറ്റില്ല എന്ന് പറയുന്ന മലയാളികളാണ് നമ്മൾ. അപ്പം ഇതിൽ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഭക്ഷണക്രമത്തിൽ വെജിറ്റേറിയൻ ആവേണ്ടതുണ്ടോ? ഇങ്ങനെ വെജിറ്റേറിയൻ ഗുരു അതൊന്നും പറയുന്നില്ല. അതായത് 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഈ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഈൽ മത്സ്യം, അതായത് ചെതമ്പലില്ലാത്ത മത്സ്യം കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. കഴിക്കരുതെന്നാണ് അവിടെ. അത് വർജ്യമാണ്. അതിൽ ഡേർട്ടി എനർജി ഉണ്ട് എന്നുള്ളത്. രണ്ടാമത്തത് പന്നി മാംസം.
ഇത് രണ്ടും മാത്രമേ അതിൽ കാര്യമായിട്ട് ഗ്രന്ഥങ്ങളിൽ ബാക്കിയൊന്നും പ്രത്യേകിച്ചില്ല. അതേസമയത്ത് ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് അർഹാത്തിക് യോഗ എന്നുള്ള ഒരു പഠനം. മെഡിറ്റേഷൻസ് ആണ്. തുടർച്ചയായി 5ഓളം മെഡിറ്റേഷൻസ് അതിൽ. അത് ഒരുപക്ഷെ അഡ്വാൻസ്ഡ് ആയിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്ന ആളുകൾക്കുള്ള ഒരു യോഗിയിലേക്കുള്ള ഒരു പാതയിലെ അടുത്ത ഘട്ടങ്ങളാണ്. അതിലിങ്ങനെ പ്രാക്ടീസറായിട്ട് മാറുകയാണ്, നിരന്തരം ചെയ്യുക. അത് നമ്മള് ഫിലിപ്പീൻസിൽ നിന്ന് ആചാര്യാസ് വന്നിട്ടാണ് ആ കോഴ്സ് നമുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ പ്യൂരിഫിക്കേഷൻ, ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ അതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ കൂടി വരും, പ്യൂരിഫിക്കേഷൻസ് അതൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ നെഗറ്റീവ് മുഴുവനും നമ്മുടെ ശരീരത്തിൽ നിന്നും പോകാനുള്ള അനുമാനങ്ങളൊക്കെ അതിലുണ്ട്, കളയാനുള്ള. അത് പക്ഷെ നിർബന്ധമില്ല, ആവശ്യമുള്ളവർക്ക് മുന്നോട്ട് പോയാൽ മതി. മുന്നോട്ട് പോകുന്ന ആൾക്കാർ, ആത്മീയതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഗുരുവിന്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് അദ്ദേഹത്തിന്റെ. അപ്പോ സിന്തസിസ് ഓഫ് യോഗ എന്നാണ് പറയുന്നത്. അർഹാത്തിക് യോഗ പ്രാക്ടീസ് നിരന്തരം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒരു ഭയങ്കര ആത്മീയമായ ശക്തിയുള്ള ആളാകുക, എനർജറ്റിക് ആയിട്ട് പവർഫുൾ ആകുക. നമുക്ക് ഇൻറ്റ്യൂഷൻസ്, സിഗ്നൽസ് ഒക്കെ വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് ഹൗ ടു ലിവ് ഇൻ ദിസ് എർത്ത് എന്നുള്ളൊരു പ്രധാന കൺസെപ്റ്റ് അതിലുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാല് സ്വഭാവവൽക്കരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സമൂഹത്തിന് വേണ്ടി ആളെ നന്നാക്കി എടുക്കുക എന്നുള്ള പ്രോസസ് കൂടി ഉണ്ട്. വ്യക്തി നന്നായാലേ നമ്മുടെ വീടുകൾ നന്നാവുള്ളൂ, വീടുകൾ നന്നായാലേ നമുക്ക് സമൂഹം നന്നാവുള്ളൂ. കൺസെപ്റ്റ് വളരെ വളരെ ഗുരു തന്നിട്ടുണ്ട്. അതോടൊപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ചെയ്യരുതെന്ന് വളരെ കർശനമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രാണിക് ഹീലിംഗില് നമ്മുടെ ശരീരം നിങ്ങൾ അസുഖത്തെ കണ്ടെത്തുമ്പോൾ പോലെ തന്നെ സ്കാനിങ്ങിൽ കൂടി ആ കർമ്മ നല്ലതാണ് ചീത്തയാണ് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ സ്വയം വളരുന്നതാണ്. മറ്റൊരു സിസ്റ്റത്തിലുള്ള നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നോക്കാനുള്ള ഒരു ഹൈ ടെക്നിക്കാണ് സ്കാനിങ്. അത് ശരിയാണ്. പലപ്പോഴും നമ്മുടെ സ്ത്രീകളെ ബാധിക്കുന്ന തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ, അത് വിഷാദം പോലുള്ള അസുഖങ്ങളിലേക്ക് പലപ്പോഴും അത് മാറി വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഗവൺമെൻറ് തലത്തിലും അതിനൊക്കെ ഏറ്റവും പ്രധാനമായ ശ്രദ്ധ ഇപ്പോൾ കൂടുതൽ നൽകി വരുന്നു. അപ്പം അത്തരം അസുഖങ്ങൾക്ക് നമ്മുടെ ഈ പ്രാണിക് ഹീലിംഗിൽ എന്താണ് സർ ചെയ്യാൻ പറ്റുക? വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റാണ് നമ്മൾ വിഷാദ രോഗികൾക്ക് കൊടുക്കുന്നത്. വിഷാദ രോഗം എന്ന് പറയുമ്പോൾ അവർ പിന്നെ ഡിപ്രസ്ഡ് ആകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചക്രകളുടെ പ്രാധാന്യം അവിടെയാണ്. ആ ചക്ര ചുരുങ്ങി പോവുകയാണ്. അതിനെ ഞങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ വളരെ മാറ്റമാണ് അതിൽ കാണുന്നത്. സാറ് പറഞ്ഞ പോലെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചക്രയാണോ അത് സാർ ഉദ്ദേശിക്കുന്നത്? അത് നമ്മളെ സംബന്ധിച്ചോളം ബേസിക് ചക്ര എന്ന് പറയും. നമ്മുടെ ശരീരത്തെ മൊത്തം ആക്ടിവേറ്റ് ചെയ്യുന്ന ഡൈനാമിക് ആക്ഷൻ കിട്ടേണ്ട ഒരു ചക്രയാണ് ബേസിക് ചക്ര. ആ ചക്ര ഞങ്ങള് അതിന് ക്ഷീണം വരുമ്പോഴാണോ ഇത്തരം? അതെ, അത് ചുരുങ്ങി പോകുമ്പോഴാണ് ഈ കുട്ടികൾക്ക് വിഷാദം അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും വിഷാദ രോഗം വരുന്നതെന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. അത് നമുക്ക് നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പവറായി മാറ്റം വരുന്ന കാണും. അല്ല, പലപ്പോഴും ഒരുപാട് ആളുകൾ അതിന്റെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചെറിയ അസുഖമാണെങ്കിൽ പോലും ധാരാളം പേര് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ്. പക്ഷെ ഇതിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന അസുഖം നമ്മൾ നേരത്തെ പറഞ്ഞ മാറില് പാരമ്പര്യ രോഗത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പ്രാണിക് ഹീലിംഗിൽ കൂടി നമ്മൾക്ക് പാർക്കിൻസൺസ്, ഗോയിറ്റർ, കിഡ്നി അസുഖങ്ങള്, അതേപോലെ തന്നെ ലിവർ സിറോസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ സാർ ലിവറിനെ ബാധിക്കും. അതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടതാണെങ്കിലും ലിവർ സിറോസിസ് എന്നുള്ള അസുഖങ്ങൾക്ക് വളരെ വളരെ എഫക്റ്റീവ്, എല്ലാ സിസ്റ്റം ഒഴിവാക്കിയ കേസുകൾ, മാറ്റിവെക്കേണ്ട കേസുകൾ ഇന്നിപ്പം ഞങ്ങൾ ചെയ്തിട്ട് വളരെ സന്തോഷകരമായിട്ട് ഇന്ന് അവർ ജീവിക്കുന്നതായിട്ട് ഞങ്ങൾ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അപ്പോൾ ആ മേഖലയിൽ നിന്നൊക്കെ അവർ പറയുന്നത് നിങ്ങൾ ആ പ്രാണിക് ഹീലിംഗ് സെന്ററിൽ തന്നെ തുടരണം എന്നാണ് ഞാൻ അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്. കാരണം അവർക്ക് അതിൽ നിയന്ത്രിക്കാൻ കഴിയാത്തത് ഇവിടെ പ്രകൃതിദത്തമായ ഊർജ്ജശക്തി കൊണ്ട് അല്ലെ ദൈവിക ശക്തി കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പാർക്കിൻസൺ രോഗം എന്ന് പറഞ്ഞാൽ 100% വിജയകരമാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ. കാരണം വിദേശങ്ങളിലൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ അസുഖത്തിനെ നിയന്ത്രിക്കാനാവുക എന്നുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും ആശ്വാസകരമായിട്ടുള്ള കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വളരെ ഫലപ്രദമായിട്ട് പാരമ്പര്യ രോഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ മക്കളിലേക്ക് വരാം, കൈമാറി വരാം. അത് നമ്മൾക്ക് പ്രാണിക് ഹീലിംഗിന്റെ ഈ സ്കാനിങ്ങിൽ കൂടി നമ്മൾ അതിനെ കണ്ടെത്തുകയാണ്. കണ്ടെത്തി കഴിഞ്ഞാൽ അത് അതിന് സിംറ്റംസ് ഉണ്ട്. അപ്പൊ അത് ബ്രെയിനിൽ ആ ഭാഗത്ത് തലച്ചോറിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അവിടെ ഞങ്ങൾക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഈ
ഇതിൽ പറയുന്നു. അപ്പൊ അതിൽ കറക്റ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഒരു 6 മാസം മുതൽ ഒരു കൊല്ലം വരെ ആ ചികിത്സക്ക് സമയമെടുക്കും. ധൃതി വെച്ചാൽ നടക്കില്ല. ഇപ്പൊ ഇവിടെ ഒത്തിരി പേഷ്യൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കൈ യാത്ര ചെയ്യാൻ, ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്തത്ര വിലയിലുള്ള ആൾക്കാർ വന്നിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞേ ഉള്ളൂ. വളരെ സന്തോഷത്തോടുകൂടി ആ കൈയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ ഒരു സന്തോഷം നമുക്കൊരു മാറ്റി വരും. ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഇതിൽ ചികിത്സക്ക് വന്നിട്ടുണ്ട്, ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും അങ്ങനെ നല്ലൊരു അനുഭവം. വെള്ളപ്പാണ്ടിന് മറ്റു ചികിത്സകൾ വളരെ കുറവാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞങ്ങളത് റീജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക്. അപ്പൊ അതും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കേസാണ്. അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഞങ്ങളിപ്പോ അവിടെ വേറെ ഒരു ഇൻഫർമേഷൻ വഴി ഒരു സീനിയർ ട്രെയിനറിൽ ഞാൻ കിട്ടി, ഞങ്ങളത് കൊടുത്തു. അനുഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ മറ്റൊരു അസുഖമായിട്ട് പറയാറുള്ളത്, ഏറ്റവും അധികം ആളുകൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതും ക്യാൻസറാണ്. ദിനംപ്രതി നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ട് പോലും ഇന്നും നമ്മളെ ശാസ്ത്രലോകത്തിന് കയ്യെത്തിപ്പിടിച്ച് അതിനെ നശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള അസുഖമാണ്. അപ്പോൾ പലപ്പോഴും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സെന്ററുകളിൽ എത്തുന്ന ഒരു ക്യാൻസർ രോഗി അതൊരു ക്രോണിക് ഡിസീസസ് ലെവലിൽ എത്തിയിട്ടുണ്ടാവും. പലപ്പോഴും അഡ്വാൻസ് സ്റ്റേജൊക്കെ കടന്ന് ഇനിയൊന്നും ചികിത്സ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് സത്യത്തിൽ സാറിൻ്റെ അടുത്ത് എത്തുന്നത്. എങ്കിലും അത്തരം രോഗികൾക്കും ആശ്വസിക്കാൻ വകയുണ്ടോ സാറേ? ഉണ്ട്. അതെ അല്ലേ? ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു അനുഭവം ഒരു 3 വർഷം മുന്നെയാണ്. ഖത്തറിൽ നിന്നും ഒരാള് ഒരു അസുഖമായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും ഇനി മരുന്നൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ, വേദന സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങളും അതെ, അദ്ദേഹം ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, കിടക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കളിക്കുന്ന ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് അപ്പോൾ ഞാൻ ഗുരുവിനോട് പ്രാർത്ഥന ചെയ്തപ്പോൾ അത് കൊടുക്കണം എന്നുള്ളൊരു ഇൻറ്റ്യൂഷനാണ് കിട്ടിയത്. ഞങ്ങൾ 3 പേര് ഇരുന്ന് അദ്ദേഹത്തെ ക്ലീൻ ചെയ്ത് ആവശ്യമായ ലിവറിലാണ്, പിന്നെ വൻകുടലും ചെറുകുടലും ഈ വിഷയം വന്ന് വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ അത് 3-ാം ദിവസം മുതൽക്ക് അവർക്ക് വേദന കുറഞ്ഞു തുടങ്ങി. 20 ദിവസം ജീവിച്ചെങ്കിലും വളരെ സന്തോഷത്തോടെ വേദന ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചികിത്സ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾ അന്നത്തെ ആ 3 ഹീലർമാർക്കുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ക്യാൻസറിനെ രോഗികളെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് നേരത്തെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ സത്യാവസ്ഥ. പക്ഷെ എങ്ങനെ കണ്ടെത്താൻ ചോദിച്ചാൽ അതിന് ഈ പഠിക്കാത്ത ഒരാൾക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. സിംറ്റംസ് ആണ് വെച്ചാൽ നമുക്ക് മെഡിക്കൽ, അതായത് ക്ലിനിക്കൽ റിപ്പോർട്ടിൽ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിൽ പോലും നമുക്കത് അദ്ദേഹത്തിന് വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നു. നേരത്തെ അത് അതിന്റെ ആ എനർജി ലെവലിൽ നമുക്കത് കാണാൻ കഴിയും. പല എല്ലാ മെഡിക്കൽ ശാഖകളിലും ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ കണ്ടെത്തലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ അവരോട് പറയാതെ തന്നെ ഞങ്ങൾ അത് എടുത്ത് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ബുദ്ധിമുട്ടുണ്ടാകരുത്. എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ തുടക്കമാണോ, ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പോലും റൂട്ട് ലെവലിൽ നുള്ളി കളയാവുന്ന ഒരു അവസ്ഥ. അത് പലപ്പോഴും ചില അവർക്ക് തെറ്റിദ്ധരിക്കാം. അവര് ഉടനടി പോവുക ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടിലേക്ക്, അതിന്റെ ഒരു ഡോക്ടറെ കണ്ട് അതിന്റെ ക്ലിനിക്കൽ റിപ്പോർട്ടിനാ പോവാം. അത് വന്നു കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ഞങ്ങളെടുത്ത് അതിന്റെ ഡോക്ടേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ, പഠിച്ച ഡോക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അവരുടെ ഒരു അനുഭവം അല്ലെങ്കിൽ അവരോട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പൊ അവർക്ക് കിട്ടുന്നില്ലാത്ത ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ അവർക്കും ഞങ്ങൾ ചികിത്സ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയിലാണ് ക്ലിനിക്കൽ റിപ്പോർട്ടിന് വരുന്നത്. അതേസമയത്ത് വളരെ ഒരു 10 വർഷം മുന്നേ ഇതൊരു രോഗിയിൽ ഉണ്ടെങ്കിൽ എനർജി ലെവൽ അത് തൊട്ട് നോക്കാൻ കഴിയുന്ന കാണിച്ചിരിക്കും. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അത് ഗുണം ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ സമൂഹത്തിലേക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഏതാണ്ട് തലമുറ വളർന്നു വന്നെങ്കിൽ പോലും ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കുന്ന പുതിയ തലമുറയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം കുട്ടികളാണ്. അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ സ്വഭാവ രൂപീകരണത്തിലും ഒരുപാട് വൈകല്യങ്ങളും പ്രശ്നങ്ങളും കാണിക്കുന്ന ഒരു പുതുതലമുറയാണ് നമുക്കിനി കിട്ടാനിരിക്കുന്നത്. നമ്മുടെ എല്ലാ മനഃശാസ്ത്രജ്ഞരും നല്ല ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ മാനസിക അവസ്ഥയും നിലവാരവും. ഒരു മൂല്യച്യുതിയിൽ മാത്രം ഊന്നു നിൽക്കുന്ന, നമ്മൾ പത്രവാർത്തകളിലൊക്കെ കാണാം, ധാരാളം പിടിച്ചുകയറി കളവ് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും
കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള സത്യമുണ്ട്. അപ്പോൾ സമൂഹത്തിന് ഇത്തരം കുട്ടികൾക്ക് എന്താണ് പ്രാണികീലി കൊണ്ട് ചെയ്യാനാവുക? പ്രാണികീലി കൊണ്ട് ഒരുപാട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇപ്പം ഞങ്ങൾ 2-3 സ്കൂൾ തിരഞ്ഞെടുത്ത് അവർക്ക് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പോയത്, ഇത് ആദ്യഘട്ടം ആൾക്ക് സ്വീകരിക്കാൻ ലേശൊരു വിഷമം അനുഭവപ്പെടും, വരുന്നില്ല, ചികിത്സാ രീതിയാണ്. അത് ഞങ്ങളെ കുട്ടികൾക്ക് എന്താ ദോഷം ചെയ്യുമെന്നുള്ളതാണ് ആദ്യം അവർ നോക്കുന്നുണ്ടാകും. വല്ല മന്ത്രവാദമാണോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ തോന്നാം. സ്വാഭാവികമാണ്. അങ്ങനെയാണ്, സ്വാഭാവികമാണ്. അതേ സമയത്ത് ആ കോളേജിൽ നിന്ന് വന്ന അധ്യാപികമാർ ഇത് പഠിച്ചിട്ട് അവർ വിളിക്കുമ്പോൾ ഞങ്ങൾ പോയിട്ട് SN കോളേജിൽ, അതേപോലെ തന്നെ കുന്നംകുളം ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ഞങ്ങൾ ഇത് കൊടുത്തു. ക്യാമ്പ് കൊടുത്തു. ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പബ്ലിക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കുട്ടികളെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ഡിസിനസ് ആണ്, ഉറക്കം തൂങ്ങുക, പുസ്തകം വായിക്കുമ്പോൾ ആ ഒരു അവസ്ഥ വരും, പഠന വൈകല്യം, അതൊക്കെ നമുക്ക് ഇതിൽ കുറെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പഠന വൈകല്യം കുറെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ബ്രെയിനുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ഈ കൈകൊണ്ട് ഊർജ്ജം കൂടുതലാണോ ഊർജ്ജം കുറവാണെന്ന് വെച്ചാൽ അവിടെ വിഷയങ്ങളുണ്ട്, അവിടെ നമ്മൾ ഊർജ്ജം അതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു കുറെ ഒരു 90 കുട്ടികൾക്ക് മെഡിറ്റേഷൻ കൊടുത്തു, ഒരു 70 കുട്ടികൾ അവിടെ ഈ ഉറക്കമൊക്കെ മാറ്റി കൊടുത്തു. ഭയങ്കര സന്തോഷമായി, സാർ ഇത് പഠിക്കാൻ ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞൊരു പാക്കേജ് വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് തരാം, അതിന് രക്ഷിതാക്കളുടെ സമ്മതം. അപ്പൊ അതൊക്കെ ഞങ്ങൾ ചോദിച്ചുകൊണ്ട് ഇപ്പം ഒരു കോളേജിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ 2-3 കോളേജ് അല്ലാതെ അധ്യാപകന്മാരെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പൊ ഞങ്ങളെ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന ഡിപ്രഷൻ, അത് നമ്മൾ നല്ല അനുഭവം നേരത്തെ പറഞ്ഞ മാതിരി ചെയ്തിട്ട് അവർക്ക് മാറ്റം വരുന്നുണ്ട്. പിന്നെ ഹൈപ്പർ ആക്റ്റീവ്നെസ്, ഭയങ്കര വികൃതിയുള്ള കുട്ടികളെ നമുക്കിത് കൊടുക്കുമ്പോൾ വളരെ അത് മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു സാധാരണ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വികൃതി കുട്ടി എന്നൊക്കെ എല്ലാവരും പറയാം, അത് നമുക്ക് ഒഴിവാക്കി അവന് നല്ല ഒരു തലമുറയ്ക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ രക്ഷിതാക്കളും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമാണ്. പ്രാണികീലിങ്ങിനും പലതും ചെയ്യാൻ പറ്റുന്നതാണ്, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും എങ്ങനെ ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ജീവിക്കാമെന്നുള്ളത്. അതോടൊപ്പം തന്നെ ആത്മീയതയിലേക്ക് ഒരു പാലമായിട്ടാണ് ഒരു ഈ പ്രാണികീലിനെ കാണുന്നത്. അതാർക്കും വേണേൽ പാലത്തിൽ കടന്നു പോകാം, അതല്ല അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇവിടെ നിൽക്കാം, അതാണല്ലോ അത് ഉദ്ദേശിച്ചത്. ഏതറ്റം വരെയും പോകാനുള്ള അവസരം തുറന്നു വരികയാണ് അല്ലെ. ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ ഗുരു പറഞ്ഞിരിക്കുന്നത്, ഞാനെല്ലാം ഇവിടേക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു, ഇനി നിങ്ങളത് പഠിക്കുക, എന്റെ ശബ്ദമാണ്, എന്റെ ഊർജ്ജമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു